നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ദുരന്തത്തിന്റെ നടുക്കം മാറാതെ കുവൈറ്റിലെ മലയാളികൾ. ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ഇബ്രാഹിം നബിയുടെയും പത്നി ഹാജറയുടെയും പുത്രൻ ഇസ്മായിലിന്റെയും ത്യാഗസമ്പന്നതയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ബലിപെരുന്നാൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് ഇന്ന് ആഘോഷം. കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ. ബുധനാഴ്ച മാൻഗഫിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിന്റെ വേദനയിലാണ് കുവൈറ്റിലെ മലയാളികൾ പെരുന്നാളിനെ വരവേൽക്കുന്നത്. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ യുവതി ബസ്സിൽ വെച്ച് കൈകാര്യം ചെയ്തു. കോഴിക്കോട് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്ന KSRTC ബസ്സിൽ വെച്ചാണ് അതിക്രമം നടന്നത്. ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ യുവതി ബസ്സിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസവും കോഴിക്കോട് കൊടുവള്ളിയിൽ KSRTC ബസ് യാത്രക്കിടെ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായി. കൊടുവള്ളി സ്വദേശിയായ ചാവടിക്കുന്നുമ്മൽ അൻവർ അറസ്റ്റിൽ. രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കേരള ബ്രാൻഡിംഗ് ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന്റെയും ബ്രാൻഡ് ചെയ്യുന്നതിന്റെയും ഭാഗമായി കേരള കലാമണ്ഡലം വിവിധ കലകളെ കോർത്തിണക്കിയുള്ള ഷോ വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവതരണോത്സവങ്ങളും ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് കലാമണ്ഡലം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും. കേരള കലകൾ ഓൺലൈനായി പഠിക്കുന്നതിന് അവസരവും ഒരുക്കുമെന്ന് ലോക കേരള സഭാ സമ്മേളനത്തിന്റെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മൃഗബലി ആരോപിച്ച് തെലങ്കാനയിലെ മദ്രസയിൽ ആൾക്കൂട്ട ആക്രമണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച തെലങ്കാനയിലെ മേദക് ജില്ലയിലാണ് സംഭവം. മൃഗബലി നടത്തിയെന്നാരോപിച്ച് ഒരു മദ്രസയിൽ ജനക്കൂട്ടം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മിറാജുൽ ഉലും മദ്രസയുടെ മാനേജ്മെന്റ് ബക്രീദിന് ബലിയർപ്പിക്കാൻ കന്നുകാലികളെ വാങ്ങിയിരുന്നു. കന്നുകാലികളെ കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ മദ്രസയ്ക്ക് ചുറ്റും ഒരു ജനക്കൂട്ടം തടിച്ചുകൂടി ബലിക്കെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെ ജനക്കൂട്ടം പിരിഞ്ഞുപോയി. അതേസമയം ആയിരക്കണക്കിന് രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഹിന്ദുവാഹിനി അംഗങ്ങൾ മദ്രസ ആക്രമിക്കുകയും മാനേജ്മെന്റ് അംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി MLA കർവാൻ M കൗസർ മൊഹിയുദ്ദീൻ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തീരുമാനം. പെട്രോളിനും ഡീസലിനും വില കൂട്ടി കർണാടക. കർണാടകയിൽ സംസ്ഥാന സർക്കാർ ഇന്ധനവില കൂട്ടി. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പന നികുതി കൂട്ടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പെട്രോളിന് 3.92%, ഡീസലിന് 4.1%, നികുതി വർദ്ധിപ്പിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് പെട്രോളിന് 3 രൂപയും ഡീസലിന് 3 രൂപ 5 പൈസയും വില വർദ്ധിക്കുമെന്നാണ് വിവരം. ഇന്നു മുതലാണ് ഇന്ധനവില വർധന സംസ്ഥാനത്തിൽ നിലവിൽ വരുന്നത്. ഏകീകൃത കുർബാന സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി 2 വിഭാഗം വിശ്വാസികൾ തമ്മിൽ തർക്കം. സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന വിഷയത്തിൽ ഇടപ്പള്ളി പള്ളിയിൽ 2 വിഭാഗം വിശ്വാസികൾ തമ്മിൽ വാക്കുതർക്കം. സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം. സർക്കുലർ വായിക്കുമെന്ന് ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കി. അതേസമയം ഈ നിലപാടിനെ കൂക്കി വിളിച്ചാണ് വിമത വിഭാഗം പ്രതികരിച്ചത്. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിക്ക് മുന്നിൽ സഭാവിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഭ ഇറക്കിയിരുന്ന സർക്കുലർ അതിരൂപത തലത്തിൽ ഔദ്യോഗികമായി വായിച്ച് വിശ്വാസികളെ കേൾപ്പിക്കുകയും വിശ്വാസികൾക്ക് സർക്കുലർ വിതരണം ചെയ്യുമെന്ന് അറിയിപ്പും ഉണ്ടായിരുന്നു. ഇതിനെ ചൊല്ലിയാണ് തർക്കം രൂക്ഷമായത്. കണ്ണൂർ തളിപ്പറമ്പിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 30 പേർക്ക് പരിക്കേറ്റു.
ഇരു ബസ്സുകളിലെയും നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെ തൃച്ചംബരം റേഷൻ കടയ്ക്ക് സമീപത്തായിരുന്നു അപകടം. തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന കൃതിക ബസ്സും തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന പറശ്ശിനി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ബസ്സുകൾ അമിത വേഗത്തിലായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലും ആശങ്ക ഒഴിയാതെ തൃണമൂൽ കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് വെസ്റ്റ് ബംഗാളിൽ കാഴ്ചവെച്ചത്. 42 സീറ്റിൽ 29 സീറ്റുകളിലും തൃണമൂൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 12 സീറ്റാണ് സംസ്ഥാനത്ത് BJPക്ക് ലഭിച്ചത്. എന്നാൽ സംസ്ഥാന മന്ത്രിമാരുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പാർട്ടി സ്ഥാനാർത്ഥികൾ പിന്നിൽ പോയതിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആശങ്കയിലാണ്. നഗരങ്ങളിലെ പല തദ്ദേശ സ്ഥാപന വാർഡുകളിലും പ്രതിപക്ഷ പാർട്ടികളാണ് മുന്നേറിയത്. സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ സ്വർണ്ണവിലയിൽ 480 രൂപയുടെ വർധനവുണ്ടായിരുന്നു. ഇതോടെ 1 പവൻ സ്വർണത്തിന് 53,200 രൂപ നിരക്കിലാണ് സംസ്ഥാനത്ത് വ്യാപാരം നടന്നത്. നിരക്കുകളിൽ മാറ്റമില്ലാത്തതിനാൽ ഇന്നും ഇതേ വിലയിൽ തന്നെ തുടരും. ഗ്രാമിന് 60 രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത്. ഗ്രാമിന് ഇന്ന് നൽകേണ്ട വില 6,650 രൂപയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.